ക്യാപിറ്റൽ ഫോക്കസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സിയാൻ വിഷ്വൽ മീഡിയ അവതരിപ്പിക്കുന്ന ക്യാപിറ്റൽ ഫോക്കസിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. അബുദാബിയിലെ ഈ ആഴ്ചയിലെ വാർത്താവിശേഷങ്ങളിലേക്ക്. സെപ്റ്റംബറിൽ ആരംഭിക്കുന്ന പുതിയ അധ്യയന വർഷം മുതൽ അബുദാബിയിലെ സ്കൂൾ ബസ്സുകളിൽ നവീന സംവിധാനങ്ങൾ. യുവകലാസാഹിതി അബുദാബി യൂണിറ്റിന്റെ യുവകലാ സന്ധ്യ ES ബിജിമോൾ MLA ഉദ്ഘാടനം ചെയ്തു. അബുദാബിയിൽ നിന്ന് കൊച്ചിയിലേക്ക് ജെറ്റ് എയർവേസിന്റെ പുതിയ വിമാന സർവീസ് ആരംഭിച്ചു. കാലാവസ്ഥാ വ്യതിയാനം പോലെ കാലം തെറ്റിപ്പൂത്ത കണിക്കൊന്ന അബുദാബിയിലെ സ്വദേശികൾക്കും വിദേശികൾക്കും കൗതുകമായി. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം വിശദമായ വാർത്തകളിലേക്ക്. In 1936, French fried chicken came to Paris. But when the war started, all traces of this mouth-watering delight disappeared. That was until recently, when Jean-Paul, searching his attic, stumbled across his family's lost recipe. At last, the time had come to share French fried chicken with the world again. Dine on something you'll really enjoy. French fried chicken in Abu Dhabi. സെപ്റ്റംബറിൽ ആരംഭിക്കുന്ന പുതിയ അധ്യയന വർഷം മുതൽ അബുദാബിയിലെ സ്കൂൾ ബസ്സുകളിൽ നവീന സംവിധാനങ്ങൾ. അധികൃതർ നിർദ്ദേശിച്ച മാനദണ്ഡങ്ങൾ അനുസരിച്ചായിരിക്കും സെപ്റ്റംബറിൽ ആരംഭിക്കുന്ന പുതിയ അധ്യയന വർഷം മുതൽ അബുദാബിയിൽ സ്കൂൾ ബസ്സുകൾ നിരത്തിലിറങ്ങുക. അബുദാബിയിൽ സ്കൂൾ ബസ്സുകളിൽ കുട്ടികളെ കുത്തിനിറയ്ക്കുന്നുവെന്നും ബസ് സർവീസ് സമയം നിരവധി കുട്ടികൾക്ക് സൗകര്യപ്രദമായ വിധത്തിലല്ല എന്നുമുള്ള പരാതിക്കിടയിലാണ് പുതിയ പരിഷ്കാരങ്ങളുമായി അധികൃതർ മുന്നോട്ട് വന്നിരിക്കുന്നത്. കുട്ടികളുടെ എണ്ണം നിജപ്പെടുത്തുകയും 12 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾ യാത്ര ചെയ്യുന്ന ബസ്സിൽ സഹായിയായി കണ്ടക്ടറുടെ സേവനം നിർബന്ധമാക്കുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ. കുട്ടികൾ സഞ്ചരിക്കുന്ന ബസ്സിൽ സഹായത്തിനായി ലേഡി കണ്ടക്ടർമാരുണ്ടായിരിക്കും. കുട്ടികളുമായി പുറപ്പെടുന്ന അവസാന ബസ് സമയവും പുതുക്കി നിശ്ചയിച്ചിട്ടുണ്ട്. എഡ്യൂക്കേഷൻ കൗൺസിൽ സ്കൂളുകൾക്ക് നൽകിയ നിർദ്ദേശങ്ങൾ അബുദാബിയിലെ ഒട്ടുമിക്ക സ്കൂളുകളും പ്രാബല്യത്തിൽ വരുത്തി തുടങ്ങി. കുട്ടികളുടെ സുരക്ഷയ്ക്കായി സീറ്റ് ബെൽറ്റ്, ബസ്സിനുള്ളിൽ നിരീക്ഷണ ക്യാമറ, ബസ്സുകളിൽ വേഗ നിയന്ത്രണ മോണിറ്റർ, കുട്ടികളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി പ്രത്യേക പരിശീലനം നേടിയ ആയമാർ തുടങ്ങി നിരവധി നിർദ്ദേശങ്ങളാണ് അധികൃതർ സ്കൂളുകൾക്ക് നൽകിയിരിക്കുന്നത്. അബുദാബിയിൽ നിന്ന് കൊച്ചിയിലേക്ക് ജെറ്റ് എയർവേസിന്റെ പുതിയ വിമാന സർവീസ് ആരംഭിച്ചു. അബുദാബിയിൽ നിന്നും കൊച്ചിയിലേക്ക് ജെറ്റ് എയർവേസ് വിമാന സർവീസ് ആരംഭിച്ചു. കൊച്ചി അബുദാബി കുവൈറ്റ് റൂട്ടിൽ ബോയിങ് 737-800 സീരീസിലുള്ള ഫ്ലൈറ്റുകൾ ആയിരിക്കും സർവീസ് നടത്തുക. ദിവസേന കൊച്ചിയിൽ നിന്നും വൈകുന്നേരം 5:55 പുറപ്പെടുന്ന വിമാനം രാത്രി 8:30 അബുദാബിയിൽ എത്തുകയും 9:20 ഇവിടെ നിന്നും പുറപ്പെട്ട് 10:30 കുവൈറ്റിൽ എത്തിച്ചേരുകയും ചെയ്യും. അബുദാബി ഓഫീസേഴ്സ് ക്ലബ്ബിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ ജെറ്റ് എയർവേസിന്റെ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് ബ്രാം സ്റ്റെല്ലർ, ജനറൽ മാനേജർ ജലീൽ ഖാലിദ് എന്നിവരാണ് ഇക്കാര്യം അറിയിച്ചത്. എക്കണോമിക് ക്ലാസ്സിൽ 670 ദിർഹം മുതലും ബിസിനസ് ക്ലാസ്സിൽ 1240 ദിർഹം മുതലുമാണ് ടിക്കറ്റ് നിരക്കുകൾ. യാത്രക്കാർക്ക് 7 കിലോ ഹാൻഡ് ബാഗും എക്കണോമിക് ക്ലാസ്സിൽ 40 കിലോ ലഗേജും ബിസിനസ് ക്ലാസ്സിൽ 50 കിലോ ലഗേജും അനുവദിക്കും. കാലാവസ്ഥാ വ്യതിയാനം പോലെ കാലം തെറ്റിപ്പൂത്ത കണിക്കൊന്ന അബുദാബിയിലെ സ്വദേശികൾക്കും വിദേശികൾക്കും കൗതുകമായി. അബുദാബി ഡെൽമ സ്ട്രീറ്റിൽ സായിദ് യൂണിവേഴ്സിറ്റിക്ക് സമീപം പൂത്തുലഞ്ഞ കൊന്നമരങ്ങൾ മലയാളികൾ ഉൾപ്പെടെ വിദേശികൾക്കും സ്വദേശികൾക്കും കൗതുകമായി. വിഷുക്കണിക്കും വിഷുവിനോട് അനുബന്ധിച്ച് പ്രവാസി മലയാളികൾ സംഘടിപ്പിക്കുന്ന ആഘോഷങ്ങൾക്കും നാട്ടിൽ നിന്നെത്തുന്ന കൊന്നപ്പൂക്കൾ സൂപ്പർ മാർക്കറ്റുകളിൽ ലഭിക്കുമെങ്കിലും കാലം തെറ്റിപ്പൂത്ത ഈ കണിക്കൊന്ന ഗൃഹാതുരത്വം നിറഞ്ഞതാണെന്ന് അബുദാബിയിലെ വീട്ടമ്മയായ ഷാഹിദ് അനിവാസു പറഞ്ഞു. ഏത് ദൂസര സങ്കല്പങ്ങളിൽ വളർന്നാലും ഏതു യന്ത്രവൽകൃത ലോകത്തിൽ പുലർന്നാലും മനസ്സിലുണ്ടാവട്ടെ ഗ്രാമത്തിൻ വെളിച്ചവും മണവും മമതയും ഇത്തിരി കൊന്നപ്പൂവും. കവിവാക്യം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് മരുഭൂമിയിലെ വരണ്ട കാലാവസ്ഥയിലെ ഒറ്റപ്പെട്ട ജീവിത സാഹചര്യത്തിലും കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന ഇത്തരമൊരു കാഴ്ച മതി എല്ലാ വിഷമങ്ങളും മറക്കാൻ. യുവകലാസാഹിതി അബുദാബി യൂണിറ്റിന്റെ യുവകലാ സന്ധ്യ ES ബിജിമോൾ MLA ഉദ്ഘാടനം ചെയ്തു. യുവകലാസാഹിതിയുടെ അബുദാബി യൂണിറ്റ് സംഘടിപ്പിച്ച യുവകലാ സന്ധ്യ ES ബിജിമോൾ MLA ഉദ്ഘാടനം ചെയ്തു. KV പ്രേംലാൽ അധ്യക്ഷത വഹിച്ചു. M സുനീർ സ്വാഗതം പറഞ്ഞു. വിവിധ സംഘടനാ ഭാരവാഹികൾ ആശംസാ പ്രസംഗം നടത്തി. പ്രവാസി ഭാരതീയ സമ്മാൻ ജേതാവ് P ബാവഹാജിയും ആർട്ടിസ്റ്റ് ജോഷി ഒഡീസയെയും ചടങ്ങിൽ ആദരിച്ചു. ഈ വർഷത്തെ കാമ്പിശ്ശേരി പുരസ്കാരം പ്രഖ്യാപിച്ചു. കേരളത്തിൽ നടക്കുന്ന ചടങ്ങിൽ ആലങ്കോട് ലീലാകൃഷ്ണൻ പുരസ്കാരം സമ്മാനിക്കും. ചലച്ചിത്ര പിന്നണി ഗായകർ അണിനിരന്ന സംഗീത നിശയും അരങ്ങേറി. NTV ന്യൂസ്, അബുദാബി. ചെയ്യാത്ത കുറ്റത്തിന്
ജയിലുകളിൽ നിന്നും ജയിലുകളിലേക്ക് ജീവിതം പറിച്ചു നടേണ്ടി വന്ന ഒരു പ്രവാസി മലയാളിയുടെ കഥ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സിയാൻ വിഷ്വൽ ടീം നടത്തിയ ഒരു റിപ്പോർട്ടിലേക്ക്. ചെയ്യാത്ത കുറ്റങ്ങൾക്ക് കഴിഞ്ഞ 8 വർഷമായി UAE-യിലെ വിവിധ ജയിലുകളിൽ കഴിയേണ്ടി വന്ന 57-കാരനായ കാസർഗോഡ് പടന്ന മാവില കടപ്പുറം പറമ്പത്ത് വീട്ടിൽ ഖാൻ ഹസൻ കുഞ്ഞു മുഹമ്മദിന് ഇപ്പോൾ ഒറ്റ പ്രാർത്ഥനയുള്ളൂ: തന്റെ നിരപരാധിത്വം എങ്ങനെയെങ്കിലും തെളിയിക്കണം. 2004 ഫെബ്രുവരി 12-ന് തന്റെ പിതാവ് മരണപ്പെട്ട വിവരമറിഞ്ഞ് കമ്പനിയിൽ നിന്നും പാസ്പോർട്ട് വാങ്ങി ദുബായ് എയർപോർട്ടിലേക്ക് പോകും വഴി ഹസൻ കുഞ്ഞിൻ്റെ പാസ്പോർട്ട് ടാക്സിയിൽ വെച്ച് നഷ്ടപ്പെട്ടു. പിതാവിൻ്റെ മരണാനന്തര ക്രിയകളിൽ അദ്ദേഹത്തിന് പങ്കെടുക്കാനായില്ല. പാസ്പോർട്ട് നഷ്ടപ്പെട്ട വിവരം പോലീസിൽ അറിയിച്ചതിനെ തുടർന്നുള്ള അന്വേഷണത്തിന് ശേഷം ലഭിച്ച പുതിയ പാസ്പോർട്ടിൽ പിന്നീട് നാട്ടിൽ പോയി. ഹസൻ കുഞ്ഞിൻ്റെ കളഞ്ഞുപോയ പാസ്പോർട്ട് ഉപയോഗിച്ച് ആരോ ബാങ്കിൽ അക്കൗണ്ട് തുറക്കുകയും അവിടെ നിന്ന് കിട്ടിയ ചെക്ക് ബുക്ക് ഉപയോഗിച്ച് ഹസൻ കുഞ്ഞിൻ്റെ പേരിൽ ഇടപാട് നടത്തുകയും ചെയ്തിരിക്കുന്നു. ആ ചെക്ക് ബുക്കിലെ മറ്റ് ലീഫുകൾ ഉപയോഗിച്ച് പണമിടപാട് നടത്തിയതിൻ്റെ പേരിൽ വിവിധ സ്ഥാപനങ്ങളിൽ നിന്നും 22 ലക്ഷം ദിർഹത്തിന്റെ കേസുകൾ ദുബായിലെ 8 പോലീസ് സ്റ്റേഷനുകളിൽ ഒന്നൊന്നായി പിറവിയെടുക്കാൻ തുടങ്ങി. 10-22 ചെക്കോളം നീ വാണ്ടഡാണ് ഓൾ UAE-യിൽ, അതായത് മീൻസ് ദുബായ് 8 പോലീസ് സ്റ്റേഷനിൽ, അലൈൻ, അബുദാബി, ഷാർജ ഇവിടെയൊക്കെ കേസ് എടുക്കാമെന്ന്, നിന്നെ പുറത്ത് വിടാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവർ വിട്ടു. ദുബായിൽ മാത്രം 1.25 വർഷത്തോളം അകത്തിട്ടു. ഇതിന്റെ പേരിൽ ദുബായ്, അലൈൻ, അബുദാബി, അൽവത്ബ, ഖലീദിയ തുടങ്ങിയ 8 പോലീസ് സ്റ്റേഷനുകളിൽ 8 വർഷം ഹസൻ കുഞ്ഞിന് ജയിലിൽ കിടക്കേണ്ടി വന്നു. 2006-ൽ ഷാർജ ജയിലിൽ കഴിയവേ നാട്ടിൽ മകളുടെ കല്യാണം നടന്നു. 3 വർഷത്തിന് ശേഷം മകളുടെ ഭർത്താവ് അസുഖം ബാധിച്ച് മരണപ്പെട്ടപ്പോഴും ഹസൻ കുഞ്ഞിന് നാട്ടിൽ പോകാൻ സാധിച്ചില്ല. ഇത് ഇദ്ദേഹത്തെ മാനസികമായും ശാരീരികമായും തളർത്തി. നിയമക്കുരുക്കിൽ നിന്നും രക്ഷപ്പെടാനും നാട്ടിലേക്ക് പോകാനുമായി 2013-ൽ UAE സർക്കാർ പ്രഖ്യാപിച്ച പൊതുമാപ്പിൽ ഔട്ട് പാസും ടിക്കറ്റുമായി ചെന്നപ്പോൾ വീണ്ടും അബുദാബിയിൽ കേസെന്ന് പറഞ്ഞ് പോലീസിന് കൈമാറി. 5 ദിവസത്തിന് ശേഷം ക്ലിയറൻസ് നൽകി വിട്ടയച്ചു. തുടർന്ന് മടക്കയാത്രയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയപ്പോൾ യാത്രാ നിരോധനം എന്ന പേരിൽ 2 മാസത്തോളം വീണ്ടും ജയിലിൽ കഴിയേണ്ടി വന്നു. ലാസ്റ്റ് തേഴ്സ്ഡേ വരെ, വ്യാഴാഴ്ച വരെ കാണാത്ത ഒരു ഓഫീസേഴ്സും ഇല്ല, ഒരു കോർട്ടിൽ, ഒരു ഓഫീസിലെ ഒരു കൗണ്ടറും ബാക്കിയില്ല. അപ്പോൾ അവരടുത്ത് പോയാൽ അവർ പറയുന്നത് ഞങ്ങൾക്ക് എന്താ നിനക്ക് കേസ്, നീ ഇങ്ങോട്ട് ചോദിക്കുക. നിരപരാധിത്വം തെളിയിച്ച് സ്വന്തം പാസ്പോർട്ടിൽ നാട്ടിൽ പോകാൻ ഇനി മുട്ടാത്ത വാതിലുകളില്ല. എങ്കിലും പ്രതീക്ഷ കൈവിടാതെ സർവശക്തനായ ദൈവത്തിൽ നീതി തേടി പ്രാർത്ഥിക്കുകയാണ് ഗുരുതരമായ രോഗങ്ങൾ പിടികൂടി കഴിഞ്ഞ ഈ പ്രവാസി. ഇനിയൊരു ഇടവേള കൂടി. ഇടവേളയ്ക്ക് ശേഷം ആദൂർ തങ്ങൾ എന്നറിയപ്പെടുന്ന പ്രമുഖ പണ്ഡിതനും ജീവകാരുണ്യ പ്രവർത്തകനുമായ സയ്യിദ് അഷറഫ് തങ്ങൾ അതിഥിയായി എത്തുന്നു. In 1936, French fried chicken came to Paris. But when the war started, all traces of this mouth-watering delight disappeared. That was until recently, when Jean-Paul, searching his attic, stumbled across his family's lost recipe. At last, the time had come to share French fried chicken with the world again. Dine on something you'll really enjoy. French fried chicken in Abu Dhabi. പ്രമുഖ എഴുത്തുകാരനും പണ്ഡിതനും ജീവകാരുണ്യ പ്രവർത്തകനുമായ സയ്യിദ് അഷറഫ് സഖാഫ് മദനിയാണ് ഇന്ന് ക്യാപിറ്റൽ ഫോക്കസിൽ നമ്മുടെ അതിഥി. അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മജ്ലിസ് ട്രസ്റ്റ് ചെയർമാൻ എന്ന നിലയിൽ ഇത്തരം ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലേക്ക് തിരിയാനുണ്ടായ സാഹചര്യം എന്താണ്? ഞാൻ എൻ്റെ പിതാമഹൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 39ാം സന്തതിയാണ്. 23 കൊല്ലം കൊണ്ട് ഈ ലോകത്ത് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കാണിച്ചു കൊടുക്കുകയും ജനങ്ങളെ സേവിക്കുകയും ചെയ്ത ആ മഹാൻ്റെ പുത്രനാണെന്നുള്ള നിലക്ക് ഞാൻ ഈ പ്രവർത്തനവുമായി മുമ്പോട്ട് പോകാൻ ആദ്യം തുടങ്ങിയത് അബുദാബിയിൽ വെച്ചാണ്. ഈ അബുദാബിയിൽ എന്നെക്കൊണ്ട് കഴിയാകുന്ന നിരാലംബരും വിഷണ്ണരുമായ ധാരാളം ജനങ്ങളെ ഒരു 10-20 കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ ഒറ്റക്കെട്ടായും കൂട്ടായും നമ്മളെക്കൊണ്ട് കഴിയുന്ന സേവനങ്ങൾ നടത്തി വന്നിരുന്നു. അങ്ങനെയാണ് ഇവിടെ വെച്ച് തുടങ്ങിയ പ്രവർത്തനം ഇന്ന് അള്ളാഹുവിൻ്റെ തൗഫീക്ക് കൊണ്ട് അത് നാട്ടിലും കേരളത്തിലും കർണാടകയിലും എന്നല്ല ബോംബെ ഇതര സംസ്ഥാനങ്ങളിലും നമ്മുടേതായ നില വെച്ചുകൊണ്ട് നമ്മളുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ്. എന്തൊക്കെയാണ് മജ്ലിസ് ട്രസ്റ്റിൻ്റെ കീഴിലുള്ള പ്രവർത്തനങ്ങൾ? ഇതിൻ്റെ പ്രവർത്തന രീതി എന്താണ്? അത്
വളരെ വിശാലമാണ്. ചുരുക്കി പറഞ്ഞാൽ ഇന്ന് 5ഓളം സ്ഥാപനങ്ങൾ ഇതിൻ്റെ പിന്നിൽ നടന്നു വരുന്നു. കാസർഗോഡ് ജില്ല ആദൂർ, കർണാടകയോട് തൊട്ടുരുമ്മി നിൽക്കുന്ന ആദൂര് എന്ന് പറയുന്ന മഞ്ഞമ്പാറ ദിക്കൽ കാറടുക്ക പഞ്ചായത്തിൽ ഏക അനാഥാലയമാണ് മജ്ലിസ് നടത്തുന്ന. വളരെ വളരെ ചാരിറ്റിയും ജനപ്രദവും എല്ലാവരാലും പ്രശംസനീയമായ നിലക്കാണ് ഞങ്ങളുടെ സ്ഥാപനം. എന്തുകൊണ്ടെന്നാൽ ഞങ്ങളുടെ സ്ഥാപനത്തിൽ ഇപ്പോൾ 78ഓളം അനാഥ മക്കൾ, ബാപ്പ നഷ്ടപ്പെട്ട, അമ്മ നഷ്ടപ്പെട്ട, പിതാവ് നഷ്ടപ്പെട്ട കുട്ടികൾ, അതിൽ മുസ്ലിം കുട്ടികൾ മാത്രമല്ല, മുസ്ലിമും ഹിന്ദുവും ക്രിസ്ത്യൻസും എല്ലാം അനാഥ എന്നുള്ള പരിഗണന വെച്ചുകൊണ്ട് അവരുടെ എഡ്യൂക്കേഷൻ എന്ന് മാത്രമല്ല, അവരുടെ എല്ലാവിധ നാനോന്മുഖമായ പ്രവർത്തനങ്ങൾ, അവരുടെ പുരോഗതികൾ ലക്ഷ്യം വെച്ചുകൊണ്ട് CBSE അഫിലിയേഷനുള്ള മജ്ലിസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് ഈ കുട്ടികളെ പഠിപ്പിച്ചു വരുന്നത്. ഇന്ന് 2 മദ്രസകൾ, പ്രമുഖമായ CBSE അഫിലിയേഷൻ സ്കൂള്, അറബിക് കോളേജ്, പള്ളി മദ്രസ തുടങ്ങിയ സ്ഥാപനങ്ങൾക്ക് പുറമെ പാവപ്പെട്ടവരായ, നിർധനരായ, വിവാഹം കഴിച്ചു കൊടുക്കാൻ പ്രായമെത്തി വിഷമിക്കുന്ന ആളുകൾക്ക് വിവാഹ ധനസഹായം നൽകുക, വീട് വെച്ച് കൊടുക്കുക തുടങ്ങിയ ഞങ്ങളെക്കൊണ്ട് എന്തൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റും അതൊക്കെ ഞങ്ങൾ ചെയ്തു വരികയാണ്. മജ്ലിസ് ട്രസ്റ്റിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ഒട്ടനവധി പൈസ ചിലവുണ്ട്. എങ്ങനെ ഈ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നു? ഓരോ മാസത്തിലും ഏതാണ്ട് ഇന്ന് ഞങ്ങൾ ഈ മജ്ലിസ് കാമ്പസിനകത്ത് തന്നെ 1 ലക്ഷത്തിൻ്റെ മേലെ പൈസയുണ്ട്. സ്ഥിരമായി ഒരു വരുമാനവും ഇല്ല. ഇന്ന് വരെ അള്ളാഹുവിൻ്റെ സഹായം കൊണ്ട് ഒരു പൈസ പോലും കടങ്ങളില്ല. ഇത് എവിടുന്ന് വരുന്നു എന്ന് ചോദിച്ചാൽ ഞങ്ങൾക്കൊരു വിദേശ ഫണ്ടോ പ്രത്യേക ഒരു പിരിവോ കാര്യങ്ങളൊന്നുമില്ല. വളരെ നമ്മളെ സ്നേഹിക്കുന്ന അഭ്യുദയകാംക്ഷികളായ ആളുകൾ തങ്ങളെടുക്കൽ വരുന്നു. അവർ അവരുടെ പ്രയാസങ്ങൾ, അവരുടേതായ വിഷമങ്ങൾ പറയുന്നു. അവരോടൊക്കെ ഞാൻ പറയാറുണ്ട്, എനിക്ക് അള്ളാഹു സഹായിച്ചിട്ട് എൻ്റെ സ്വന്തമായുള്ള ചെലവിനുള്ള ആസ്തിയും കാര്യങ്ങളൊക്കെ ഉള്ള ആളാണ്. നിങ്ങളുടെ കാര്യങ്ങൾ അള്ളാഹു പൂർത്തീകരിച്ച് തരും, നിങ്ങൾ എന്തെങ്കിലും ചെയ്യുക. അങ്ങനെ നിരന്തരം അതിൽ ഹിന്ദുവില്ല, മുസ്ലിമില്ല, ക്രിസ്ത്യൻസ് ഇല്ല, എല്ലാ നാനാ ജാതി ആൾക്കാരും അവിടെ വന്ന് സഹകരിക്കും. പിന്നെ ഞങ്ങളെ നേരത്തെ പറഞ്ഞതിലൊന്ന് കൂട്ടിച്ചേർക്കുവാനുള്ളത്, ഞാനൊരു മതേതര ഓർഫനേജാണെന്ന് പറഞ്ഞു. ഇത് നമ്മൾ സ്കൂളും മറ്റ് മോറൽ ക്ലാസ്സുകളും കൊടുക്കുന്നതിന് പുറമെ ഈ അനാഥ മക്കൾക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു. ഇപ്പോൾ ഒരു ക്രിസ്ത്യൻ കുട്ടിയാണെങ്കിൽ ആ സ്കൂൾ സംബന്ധമായ എല്ലാ വിഷയങ്ങളും, അതിൻ്റെ പുസ്തകങ്ങളും അതിൻ്റെ ഡ്രസ്സുകളും കൊടുക്കുന്നതിന് പുറമെ ക്രിസ്മസിന് പ്രത്യേകമായി സ്പെഷ്യൽ ഡ്രസ്സ് നമ്മൾ കൊടുക്കും. ഒരു ഹൈന്ദവ സഹോദരൻ്റെ മകനാണെങ്കിൽ ഓണത്തിന് നമ്മൾ പ്രത്യേകമായി ഡ്രസ്സ് കൊടുക്കും. ഒരു മുസ്ലിം കുട്ടിയാണെങ്കിൽ പെരുന്നാളിന് നമ്മൾ കൊടുക്കും. അങ്ങനെ യാതൊരു വിധത്തിലുള്ള വ്യത്യാസങ്ങളുമില്ലാതെ ജാതിഭേദമന്യേ എല്ലാവരും മനുഷ്യരാണ്. അതാണ് എൻ്റെ പിതാമഹൻ, ഞാൻ പറഞ്ഞുവല്ലോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച മാതൃക. അതിലൂടെ ഇങ്ങോട്ട് മുമ്പോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ സഹായം, അള്ളാഹുവിൻ്റെ സഹായം എനിക്ക് തരുന്നു. ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ സജീവമായിട്ട് നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കുടുംബത്തിൻ്റെ ഒരു സപ്പോർട്ട് വളരെ അത്യാവശ്യമാണ്. എങ്ങനെ കുടുംബം സപ്പോർട്ട് ചെയ്യുന്നു? തങ്ങളുടെ മക്കളോ ആരെങ്കിലും പിന്തലമുറക്കാർ ഇതിനോടൊപ്പം കൂടെ ഉണ്ടോ? തീർച്ചയായിട്ടും കുടുംബത്തിൻ്റെ എന്നല്ല, എൻ്റെ ആകാശത്തിൻ്റെ താഴെ ഭൂമിൻ്റെ മുകളിലുള്ള സർവ്വ ജീവജാലങ്ങളും എന്നോടൊപ്പമാണ് ഈ വിഷയത്തിൽ. പിന്നെ എൻ്റെ മക്കൾ എന്ന് പറയുന്നത്, മൂത്ത മകൻ PGക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഭൗതിക സ്ഥാപനമായ സ്കൂള് അതുപോലെയുള്ള കാര്യങ്ങളിലൊക്കെ അത്യാവശ്യം, ഇപ്പോൾ പഠന സമയമായതുകൊണ്ട് അത്യാവശ്യം ഇവർ ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ അതിന് താഴെയുള്ള മകനും പിന്നെ അതിൻ്റെ താഴെയുള്ള മകനൊക്കെ ഈ രംഗത്ത് കൊണ്ടുവരാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നു.
ഇതിന് എല്ലാം ഇതിന് സപ്പോർട്ട് എന്ന് ഞാൻ പറഞ്ഞല്ലോ, എല്ലാവരും, എൻ്റെ കുടുംബവും എൻ്റെ നാട്ടുകാരും എൻ്റെ സുഹൃത്തുക്കളും മീഡിയക്കാരും ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെ എന്തിനും എന്നോട് തയ്യാറാണ്. ഇന്ന് വരെ എനിക്ക് ഒരു അനിഷ്ടമായ ഈ പ്രവർത്തനത്തിൽ എന്നോട് എതിർത്ത് നിർത്തി ആരും ഉണ്ടായിട്ടില്ല. ക്യാപിറ്റൽ ഫോക്കസിന് വേണ്ടി മജ്ലിസ് ട്രസ്റ്റിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിക്കുകയും ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചെലവഴിക്കുകയും ചെയ്തതിൽ വളരെയധികം സന്തോഷം. നന്ദി. ഇനിയൊരു ഇടവേള കൂടി. ഇടവേളയ്ക്ക് ശേഷം പൊതുജനങ്ങൾക്കായി എന്ന സെഗ്മെൻറ്റിൽ അഹല്യ ആശുപത്രിയിലെ സ്പെഷ്യലിസ്റ്റ് ഒപ്താൽമോളജിസ്റ്റ് ഡോക്ടർ സുമേഷ് റേ നേത്രരോഗങ്ങളെക്കുറിച്ച് പറയുന്നു. In 1936, French fried chicken came to Paris. But when the war started, all traces of this mouth-watering delight disappeared. That was until recently, when Jean-Paul, searching his attic, stumbled across his family's lost recipe. At last, the time had come to share French fried chicken with the world again. Dine on something you'll really enjoy. French fried chicken. ഗൾഫിൽ സാധാരണ കാലാവസ്ഥാ വ്യതിയാനം സംഭവിക്കുമ്പോൾ കണ്ടുവരുന്ന നേത്രരോഗങ്ങളെക്കുറിച്ച് ഡോക്ടർ വിശദീകരിക്കുന്നു. ഗൾഫിൽ സാധാരണ രീതിയിൽ കണ്ടുവരുന്ന കാലാവസ്ഥാ വ്യതിയാനങ്ങളിൽ കണ്ടുവരുന്ന അസുഖങ്ങളാണ് ഡ്രൈ ഐ. കണ്ണിലെ ജലാംശം കുറയുന്ന അവസ്ഥയാണ് ഡ്രൈ ഐ. രണ്ടാമത് വരുന്ന അസുഖമാണ് കഞ്ചങ്ക്റ്റിവൈറ്റിസ് അഥവാ കണ്ണിൽ വരുന്ന ഇൻഫെക്ഷൻ. അത് 2 ടൈപ്പുണ്ട്. വൈറൽ കഞ്ചങ്ക്റ്റിവൈറ്റിസ് അല്ലെങ്കിൽ വൈറസ് ബാധയോടുകൂടി വരുന്ന കഞ്ചങ്ക്റ്റിവൈറ്റിസ് അല്ലെങ്കിൽ ബാക്ടീരിയൽ കഞ്ചങ്ക്റ്റിവൈറ്റിസ്. മൂന്നാമത് ഏറ്റവും കോമൺ ആയിട്ട് വരുന്ന അസുഖമാണ് ഒക്കുലർ അലർജി. അത് പല തരത്തിലുണ്ട്. AC-യുടെ ഫ്ലോയിൽ നിന്നുള്ള അലർജി ആവാം, ക്ലൈമറ്റിലുള്ള ഡസ്റ്റ് പാർട്ടിക്കിൾസിൽ നിന്നുള്ള അലർജി ആവാം, ഭക്ഷണത്തിൽ നിന്നുള്ള അലർജി ആവാം. ഇത് മൂന്നുമാണ് ഏറ്റവും കോമൺ ആയിട്ട് കാലാവസ്ഥാ വ്യതിയാനങ്ങളിൽ കണ്ടുവരുന്ന കണ്ണിൻ്റെ അസുഖങ്ങൾ. കണ്ണിനുണ്ടാകുന്ന അലർജി എങ്ങനെ ചികിത്സിച്ച് ഭേദമാക്കാം എന്ന് ഡോക്ടർ വിശദീകരിക്കുന്നു. കണ്ണിനുണ്ടാവുന്ന അലർജി ചികിത്സിക്കുമ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ അലർജി ഏതിൽ നിന്നുണ്ടാവുന്നു എന്നതാണ്. വളരെ കോമൺ ആയിട്ടുള്ള കാരണങ്ങൾ AC-യുടെ ഡയറക്റ്റ് ഫ്ലോ, ക്ലീനിങ് അല്ലാത്ത രീതിയിൽ AC കുറേ നാളായി മെയിൻ്റെനൻസ് ചെയ്യാതെ വെക്കുന്ന AC-യിൽ നിന്നുള്ള ഡയറക്റ്റ് ഫ്ലോയിൽ നിന്നുള്ള അലർജി. അത് വാഹനം ഓടിക്കുമ്പോൾ ഫീൽ ചെയ്യാം, അല്ലെങ്കിൽ റൂമിലുള്ള AC-യിൽ നിന്നാവാം. അപ്പോൾ അതിൻ്റെ ഒരു ക്രമീകരണം, വാഹനം ഓടിക്കുമ്പോൾ ഡയറക്റ്റ് ഫ്ലോ കണ്ണിലേക്ക് വരാത്ത രീതിയിൽ തിരിച്ചു വയ്ക്കുക. പിന്നെ അതിൻ്റെ കൂടെയുള്ള ബാക്കിയുള്ള റീസൺ പുറത്ത് കാണുന്ന അലർജി, അതായത് ഡസ്റ്റിൽ നിന്നുണ്ടാവുന്നത്, ഔട്ട്സൈഡിൽ ജോബ് ചെയ്യുന്ന ആളുകളിൽ ഡസ്റ്റിൽ നിന്നുണ്ടാവുന്ന അലർജി. അത് പ്രിവെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരു സേഫ്റ്റി ഗ്ലാസ് വെക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എസ്പെഷ്യലി പൊടിക്കാറ്റെല്ലാം ഉള്ള കാലാവസ്ഥയിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഇത് വളരെ അത്യന്താപേക്ഷിതമാണ്. പിന്നെ ഒരിക്കൽ അലർജി വന്നു കഴിഞ്ഞാൽ അത് ട്രീറ്റ് ചെയ്യുന്നതിനും ഒരു വിശദമായ ഒരു പരിശോധന ആവശ്യമാണ്. അത് അലർജി തന്നെയാണോ അതോ അതിൽ ഇൻഫെക്ഷൻ കൂടെ ഉണ്ടോ എന്ന് മനസ്സിലാക്കണം. അലർജി മാത്രമാണെങ്കിൽ അലർജിയുടെ പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് ഗൈഡ് ലൈൻസ് ഉണ്ട്, അത് ഫോളോ ചെയ്യണം. അതായത് ആദ്യം അലർജിക് ടൈപ്പ് ഓഫ് ട്രീറ്റ്മെൻറ്റ്, സിവിയർ അലർജി ആണെങ്കിൽ സിവിയർ അലർജി പോകുന്നതിന് സ്റ്റിറോയിഡ് ടൈപ്പ് ഡ്രോപ്സ് കൂടിയേ തീരൂ. അപ്പോൾ സ്റ്റിറോയിഡ് പൊതുവേ കോംപ്ലിക്കേഷൻ ഉണ്ടാക്കുന്ന ഡ്രോപ്പ് ആയതിനാൽ അത് ഒരു ക്രമീകരിച്ച് മാത്രം ഉപയോഗിക്കാൻ പാടുള്ളൂ. അതിൻ്റെ കൂടെ അലർജിക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യലായിട്ടുള്ള മരുന്നുകൾ കൂടി യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഒരു ഡോക്ടറെ കണ്ട് കൃത്യമായ രീതിയിൽ അത് ഡയഗ്നോസ് ചെയ്തതിന് ശേഷം കൃത്യമായ രീതിയിൽ മരുന്ന് ഉപയോഗിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കണ്ണിനുണ്ടാകുന്ന ചെങ്കണ്ണ് അഥവാ ഇൻഫെക്ഷൻ മറ്റുള്ളവരിലേക്ക് പകരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? കാലാവസ്ഥ വ്യതിയാനങ്ങളിൽ ഏറ്റവും കൂടുതൽ വരുന്ന അസുഖങ്ങളിൽ ഒന്നാണ് ചെങ്കണ്ണ് അഥവാ കഞ്ചങ്ക്റ്റിവൈറ്റിസ്. ഇത് സ്പ്രെഡിങ് ഡിസീസാണ്. ഒരു ആളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരാൻ വളരെയധികം സാധ്യതയുള്ള ഒരു അസുഖമാണ്. അതുകൊണ്ട് തന്നെ ഇത് പകരുന്നത് ടിയേഴ്സ് അല്ലെങ്കിൽ കണ്ണുനീരിൽ കൂടെയും കണ്ണിൽ നിന്ന് വരുന്ന സെക്രീഷൻസിലൂടെയുമാണ്. അത് കണ്ണിൽ പൊതുവെ കൂടുതലായിട്ട് ടച്ച് ചെയ്ത് ഫിംഗേഴ്സിൽ വന്ന് ഫിംഗേഴ്സ് വേറൊരാളായിട്ട് സ്പർശിക്കുകയോ വേറൊരാളുടെ സെയിം സോപ്പ്, സെയിം ടവല്, സെയിം പില്ലോ കവർ അതെല്ലാം യൂസ് ചെയ്യുമ്പോൾ പകരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ പൊതുവേ ഇത് കാണുന്നത് ഒരാൾക്ക് വന്നാൽ കൂടെ റൂംമേറ്റിനോ അല്ലെങ്കിൽ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എസ്പെഷ്യലി ക്യാമ്പിലെല്ലാം
താമസിക്കുന്ന ആളുകളിൽ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരാൻ വളരെ സാധ്യത കൂടുതലായതിനാൽ ഇത് പ്രോപ്പർ പ്രിക്കോഷൻ ഇതിനെടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഒരാൾ യൂസ് ചെയ്യുന്ന കൺജങ്ക്റ്റിവിറ്റിസ് വന്ന ഒരാൾ യൂസ് ചെയ്യുന്ന സോപ്പ്, ടവല്, പില്ലോ കവർ, കമ്പ്യൂട്ടർ മൗസ് ഇവയെല്ലാം സെപ്പറേറ്റ് ആയിരിക്കണം. അയാൾക്ക് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. വേറൊന്ന് പ്രോപ്പറായിട്ടുള്ള ഒരു കവറിങ് ഗ്ലാസ്. കാരണം ടിയേഴ്സ് പുറത്തേക്ക് വരാത്ത രീതിയിൽ, ടിയേഴ്സിൽ കൂടെയാണ്, സെക്രീഷൻസിൽ കൂടെയാണ് സ്പ്രെഡ് ചെയ്യുന്നത്. അപ്പോൾ വരാത്ത രീതിയിൽ പ്രോപ്പറായിട്ടുള്ള ഒരു കവറിങ് ഗ്ലാസ് എപ്പോഴും വയ്ക്കുന്നത് നല്ലതായിരിക്കും. ആദ്യത്തെ ഒരാഴ്ച, ഒരു 10 ദിവസം, ഇത് വൈറലാണെങ്കിൽ 2 ടൈപ്പ് ഉണ്ട്, വൈറലും ബാക്ടീരിയലും. വൈറലാണെങ്കിൽ ഒരു 2 ആഴ്ച വരെ എടുക്കും. അപ്പോൾ ആദ്യത്തെ ഒരാഴ്ച ഓർ ഈവൻ 10 ഡേയ്സ് സ്പ്രെഡിങ്ങിനുള്ള ചാൻസ് വളരെ കൂടുതലായതുകൊണ്ട് വളരെയധികം കെയർഫുൾ ആയിരിക്കണം. ഈ പറഞ്ഞ പ്രിക്കോഷനെല്ലാം യൂസ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. കണ്ണിൽ നിന്നും ജലാംശം നഷ്ടപ്പെടുന്ന അവസ്ഥ എങ്ങനെ ചികിത്സിച്ചു ഭേദമാക്കാം? UAE-യിൽ അല്ലെങ്കിൽ ഗൾഫിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഡ്രൈ ഐ, അല്ലെങ്കിൽ കണ്ണിൽ നിന്നും ജലാംശം നഷ്ടപ്പെടുന്ന ഒരവസ്ഥ. ഇത് എല്ലാ തരത്തിലുള്ള ജോലി ചെയ്യുന്ന ആളുകളിലും ഇത് കാണാൻ സാധ്യതയുണ്ട്. എസ്പെഷ്യലി ഇത് ഏറ്റവും കൂടുതൽ കാണുന്നത് കമ്പ്യൂട്ടർ വളരെയധികം യൂസ് ചെയ്യുന്ന ആളുകളിലാണ്. മോർ ദാൻ 8 hours, 8 മണിക്കൂറിന് മേലെ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നവർക്ക് കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്യുമ്പോൾ കണ്ണ് ബ്ലിങ്ക് ചെയ്യാതിരിക്കുന്ന അവസ്ഥ. അപ്പോൾ ഉള്ള ടിയർ ഫിലിം ഇവാപ്പറേറ്റ് ചെയ്ത് പോകാൻ സാധ്യതയുണ്ട്. അതായത് അത് അന്തരീക്ഷത്തിൽ ഡ്രൈ ആവാനുള്ള സാധ്യത കണ്ണ് വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെങ്കിൽ കമ്പ്യൂട്ടറിലെ ബ്രൈറ്റ്നസ്, സ്ക്രീനിൻ്റെ ബ്രൈറ്റ്നസ് കുറച്ച് വയ്ക്കുക. LCD ടൈപ്പ് സ്ക്രീൻ യൂസ് ചെയ്യുക. അല്ലെങ്കിൽ ഗ്ലാസ് വയ്ക്കുന്ന വ്യക്തിയാണെങ്കിൽ പ്രോപ്പറായിട്ടുള്ള കോട്ടിംഗ് ഉള്ള ഗ്ലാസ്, ആൻറ്റി റിഫ്ലക്റ്റീവ് കോട്ടിംഗ് ഉള്ള ഗ്ലാസ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഇതെല്ലാമാണ് കമ്പ്യൂട്ടർ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെയുള്ള ഡ്രൈനസ് വരുന്നത് AC-യുടെ ഡയറക്റ്റ് ഫ്ലോ. അത് അലർജിയും ഉണ്ടാക്കും, ഡ്രൈനസും ഉണ്ടാക്കും. അപ്പോൾ ഡ്രൈനസ് അതിൽ നിന്നാണെങ്കിൽ നമ്മുടെ ഡയറക്റ്റ് ഫ്ലോ നമ്മളുടെ മുഖത്തേക്ക് വരാത്ത രീതിയിൽ AC ക്രമീകരിക്കുന്നത് നല്ലതായിരിക്കും. ഡ്രൈവിംഗ് ചെയ്യുമ്പോഴെല്ലാം ഇത് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ഔട്ട്സൈഡ് വർക്കിൽ, ഹോട്ട് ക്ലൈമറ്റിൽ വർക്ക് ചെയ്യുന്നത്, അതായത് ചൂട് സീസണിൽ ഗൾഫ് കൺട്രീസിൽ പുറത്ത് വർക്ക് ചെയ്യുന്ന ആളുകളിൽ സേഫ്റ്റി ടൈപ്പ് ഗ്ലാസ് വയ്ക്കുന്നത് നല്ലതായിരിക്കും. ഡ്രൈനസിൻ്റെ കൂടെ അലർജി കൂടെ ഉണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് അലർജി കൂടി ട്രീറ്റ് ചെയ്താൽ മാത്രമേ ഡ്രൈനസ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കുകയുള്ളൂ. പിന്നെ ഒരു കാര്യം പ്രത്യേകം ഓർമ്മിക്കേണ്ടത്, ഇത് വളരെയധികം ടൈം ട്രീറ്റ്മെൻറ്റ് ആവശ്യമുള്ള ഒരു അസുഖമാണ് ഡ്രൈ ഐ. ജോലി സമയത്ത് കണ്ണിൽ പൊടി പോകുന്നത് സാധാരണയാണ്. അതിനെ എങ്ങനെ ചികിത്സിച്ചു ഭേദമാക്കാം? ഇത് വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു സാഹചര്യമാണ്. എസ്പെഷ്യലി വെൽഡിംഗ് ഫീൽഡിലും പുറമേ വർക്ക്ഷോപ്പുകളിലും എല്ലാം ജോലി ചെയ്യുന്ന ആളുകളിൽ സ്ഥിരമായി കൊണ്ടുവരുന്ന ഒരു അവസ്ഥയാണ് കണ്ണിൽ പൊടി പോയിട്ട് വരിക എന്നുള്ളത്. അപ്പോൾ അത് 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് സൂപ്പർഫിഷ്യലായിട്ടുള്ള ഫോറിൻ ബോഡി, അതായത് വെറുതെ കണ്ണിലിൻ്റെ ഉള്ളിൽ ജസ്റ്റ് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ടാവുള്ളൂ. അത് നമുക്ക് വാഷ് ചെയ്താൽ മാത്രം മതി. കണ്ണിൽ പ്രോപ്പറായിട്ടുള്ള സലൈൻ വാഷ് കൊടുത്താൽ അത് പോകുന്നതായിരിക്കും. രണ്ടാമത്തെ ടൈപ്പാണ് കണ്ണിൻ്റെ ബ്ലാക്ക് ഭാഗത്തെ കോർണിയ എന്ന് പറയും. കോർണിയയിൽ തറഞ്ഞിരിക്കുന്ന ജാതി ഫോറിൻ ബോഡി, തറഞ്ഞിരിക്കുന്ന ടൈപ്പ് ഫോറിൻ ബോഡി. അപ്പോൾ അത് റിമൂവ് ചെയ്യാൻ വാഷ് ചെയ്താൽ മാത്രം അത് പോവില്ല. അപ്പോൾ ഒരു ഡോക്ടറെ അത്യാവശ്യമായി കാണേണ്ടതായിട്ട് വരും. ഡോക്ടർ അത് കണ്ണിൽ ഡ്രോപ്സ് ഒഴിക്കും. കണ്ണ് തെറിക്കാനുള്ള ഡ്രോപ്സ് ഒഴിച്ചിട്ട് 26 ഗേജ്, അതായത് ചെറിയ ടൈപ്പ് നീഡിലോ അല്ലെങ്കിൽ ഫോഴ്സപ്സോ ഉപയോഗിച്ച് ആ ഫോറിൻ മെറ്റീരിയൽ റിമൂവ് ചെയ്യുന്നതായിരിക്കും. റിമൂവ് ചെയ്തതിന് ശേഷം അതിന് കണ്ണിൽ മരുന്നും ഡ്രോപ്സും ഓയിൻമെൻറ്റും ഒഴിച്ച് ചിലപ്പോൾ ഒരു ദിവസം കണ്ണ് കെട്ടി വെക്കേണ്ടതായിട്ട് വരും. അത് ആ മുറിവ് ഉണങ്ങുന്നതിന് വേണ്ടി. കാരണം ഇത് ബ്ലാക്കിൽ തറഞ്ഞിരിക്കുന്ന ഫോറിൻ ബോഡി ആയതിനാൽ, തറഞ്ഞിരിക്കുന്ന പൊടിയായതിനാൽ അത് കണ്ണിൽ ഇഞ്ചുറി ഉണ്ടാക്കുന്നു. അത് റിമൂവ് ചെയ്യുമ്പോഴും ഇഞ്ചുറി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ മുറിവ് അത്യാവശ്യമായി വേഗം തന്നെ ഉണങ്ങേണ്ടത് അത്യാവശ്യമായതിനാൽ ഒരു ദിവസം കണ്ണ് കെട്ടിവെക്കേണ്ടതായി വരും. അതിനുശേഷം ചിലപ്പോൾ ഒരാഴ്ചയോളം മരുന്നൊഴിക്കേണ്ടതായിട്ട് വരാം. കാരണം പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് പൊടിയെടുത്തതിന് ശേഷം ഇൻഫെക്ഷൻ വരാതിരിക്കാൻ ആവശ്യമാണ്. ഇനിയൊരു ഷോർട്ട് ബ്രേക്കിന് ശേഷം എൻ്റർടൈൻമെൻറ്റ്. In 1936, French fried chicken came to Paris. But when the war started, all traces of this mouth-watering delight disappeared. That was until recently, when Jean-Paul, searching his attic, stumbled across his family's lost recipe.
At last, the time had come to share French fried chicken with the world again. Dine on something you'll really enjoy. French fried chicken in Abu Dhabi. മമ്മൂട്ടിയുടെ ഇമ്മാനുവലും ദിലീപിൻ്റെ സൗണ്ട് തോമയും സിനിമാ പ്രേക്ഷകരെ ആകർഷിച്ചുകൊണ്ട് 3-ാം വാരത്തിലേക്ക് കടന്നു. ഇനി റിലീസ് ചെയ്യാനുള്ള ചിത്രങ്ങൾ സിദ്ദീഖിൻ്റെ ലേഡീസ് ആൻഡ് ജെന്റിൽമാനും സുഗീതിൻ്റെ 3 ഡോട്ട്സ് എന്നീ സിനിമകളുമാണ്. കുഞ്ചാക്കോ ബോബൻ, ബിജു മേനോൻ, പ്രതാപ് പോത്തൻ എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച 3 ഡോട്ട്സ് ഒരുക്കിയിരിക്കുന്നത് ഓർഡിനറി ഫിലിംസിൻ്റെ ബാനറിൽ സുഗീത്. ഈ ചിത്രമാണ് അടുത്ത ആഴ്ചയിൽ പ്രതീക്ഷിക്കുന്നത്. ക്യാപിറ്റൽ ഫോക്കസിൻ്റെ ഈ ലക്കം പൂർണ്ണമാകുന്നതിന് മുമ്പ് ഒരു പ്രധാന വാർത്ത കൂടി. അബുദാബിയിലെ മാധ്യമപ്രവർത്തകരുടെ കൂട്ടായ്മയായ ഇന്ത്യൻ മീഡിയ അബുദാബി ഇമയുടെ കമ്മിറ്റി പുനഃസംഘടിപ്പിച്ചു. അബുദാബിയിലെ മാധ്യമപ്രവർത്തകരുടെ കൂട്ടായ്മയായ ഇന്ത്യൻ മീഡിയ അബുദാബി ഇമയുടെ മാനേജിംഗ് കമ്മിറ്റി പുനഃസംഘടിപ്പിച്ചു. പ്രസിഡന്റായി ടി.എ. അബ്ദുൾ സമദ്, വൈസ് പ്രസിഡന്റായി ആഗിൻ കീപ്രം, ജനറൽ സെക്രട്ടറി അനിൽ സി ഇടിക്കുള, പ്രസ് സെക്രട്ടറി PM അബ്ദുൾ റഹ്മാൻ, ജോയിന്റ് സെക്രട്ടറി സിബി കടവിൽ, ട്രഷററായി EP മുഹമ്മദ് ഷഫീഖ് എന്നിവരെയും എക്സിക്യൂട്ടീവ് അംഗങ്ങളായി TP ഗംഗാധരൻ, ഹഫ്സൽ അഹമ്മദ്, ജോണി ഫൈനാൻസ്, മനു കല്ലറ, മുനീർ പാണ്ഡ്യാല, മീര ഗംഗാധരൻ, റസാഖ് ഒരുമനിയൂർ എന്നിവരെയും തെരഞ്ഞെടുത്തു. ഇതോടെ ഈ ലക്കം ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾ അറിയിക്കുക. sianvisualmedia@gmail.com. വീണ്ടും പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി നമുക്ക് കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം. ഒന്നിനൊന്നു മെയ്യുരുമ്പം തങ്കമേഘം, മുല്ലവെയിൽ കമ്മലിട്ട നാണമേഘം, ഒട്ടുനിറമൊട്ടി നിന്ന മായമേഘം പെയ്തിറങ്ങിയോ. ആകെയുലയും ഓർമ്മമലരേ പീലിയൊഴിയാൻ നീ വന്നുവോ. കാത്തുപിരിയും സന്ധ്യയകലേ രാഗശകലം